ഹരി ഓം. സ്വാമിയേ ശരണമയ്യപ്പ. ഭൂതനാഥ ഉപാഖ്യാനം വളരെ ലളിതമായ ഭാഷയിലാണ് വിരചിതമായത്. അതിൽ പ്രതിപാദിച്ചിട്ടുള്ള ഹരിഹരപുത്ര അവതാരം, അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ശ്രദ്ധിച്ചു പോരുന്നത്. ഹരിഹരപുത്രൻ ധർമ്മശാസ്താവായി പരമശിവ സവിധത്തിലാണ് വളർന്നു വരുന്നത്. പിറന്ന ഉണ്ണിക്ക് മുലയൂട്ടിയത് ഗൗരി മാതാവും ലക്ഷ്മീ ദേവിയുമാണ്. സാക്ഷാൽ സരസ്വതീ ദേവി അവിടുത്തെ നാവിൽ വിളയാടുന്നു. ഭൂത സഞ്ചയത്തിന് മുഴുവൻ ജീവനായതുകൊണ്ട് ഭൂതനായകനെന്നു കൽപ്പിച്ചൊരു നാമം. എന്തൊക്കെ നാമങ്ങളാണ് ഭഗവാന് വന്നു ചേർന്നത് ഹരിഹരപുത്രന്. ഒന്ന്, ഭൂതനായകനായതുകൊണ്ട് ഭൂതനാഥൻ. ധർമ്മവർജിതന്മാർക്ക് ശാസിതാവാകമൂലം ധർമ്മശാസ്താവെന്നൊരു നാമവും വിളിച്ചിതു. ധർമ്മപാഠം പ്രത്യേകം പരിചയിക്കേണ്ടതുണ്ട്. ധർമ്മവർജിതമായ ജീവിതം നയിക്കുക, ധർമ്മത്തെ അനുസരിക്കാൻ തയ്യാറല്ല. എവിടെയാണ് ധർമ്മലംഘനം വരുന്നത്? എന്തുകൊണ്ട് ധർമ്മലംഘനം വരുന്നു? ഈ വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. ധർമ്മവർജിതന്മാരെ ധർമ്മോപദേശം ചെയ്ത് ശാസിച്ച് നിയന്ത്രിക്കുന്നത് കൊണ്ട് ധർമ്മശാസ്താവ് എന്ന പ്രഭുവിന് പേര് വന്നു. പരമമാം തത്വമെല്ലാം തങ്കൽ സൂക്ഷിക്കയാലേ പരിചിൽ പരായാഗുപ്തേതി നാമവും ഇട്ടാൻ. സകല രഹസ്യങ്ങളും ശാസ്ത്രരഹസ്യങ്ങളും പ്രഭു ഉള്ളിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് പരായഗുപ്തൻ എന്നും ഭഗവാന് പേര്. ആര്യന്മാർക്ക് അച്ഛനായതുകൊണ്ട് ആര്യതാതൻ എന്നും വിശേഷണം. ഈ ഉണ്ണിയെ മുനിജനവൃന്ദം വന്ന് വേദപാഠങ്ങളെ കൊണ്ട് അനുഗ്രഹിച്ചു. സാക്ഷാൽ മഹാവിഷ്ണു ഉണ്ണിക്ക് നിർദ്ദേശം കൊടുത്തു, കൈലാസത്തിൽ പോയി ശർവനോടൊപ്പം വാഴുക, വിദ്യാഭ്യാസം വേണ്ട വിധം നേടുക, വേണ്ട കാലത്ത് പരമശിവൻ മാർഗദർശനം നൽകും വിധം അവതാര ദൗത്യത്തെ നിർവഹിക്കുക എന്ന് അയച്ചു എന്നാണ്. തുടർന്ന് ഭൂതനാഥ ഉപാഖ്യാനം നമ്മോട് പറയുന്നു, കഥ അങ്ങനെ അവിടെ ഇരിക്കട്ടെ, ഇനി നമുക്ക് മഹിഷിയുടെ അടുത്തേക്ക് പോകാം. മഹിഷിയുടെ അടുത്തേക്ക് അസുരഭൃത്യന്മാർ പലരും എത്തിച്ചേർന്നു. അവർ പറഞ്ഞു, ഭവതി വന്ന ശേഷം അസുരന്മാർ ദേവന്മാരെ പാലാഴി മഥന വിഷയത്തിൽ സഹായിക്കുകയുണ്ടായി. പക്ഷേ അമൃതകുംഭം അത് ദേവന്മാർ അപഹരിച്ചു കളഞ്ഞു. വാസ്തവത്തിൽ അസുരന്മാർ അത് അപഹരിച്ചു കൊണ്ടുവന്നതാണ്. പക്ഷേ കഴിക്കാൻ യോഗമില്ലാണ്ട പോയി. ഒരു മോഹിനിയായി വന്ന് ഭഗവാൻ വഞ്ചിച്ചു. അങ്ങനെ ദേവവൃന്ദം ഇപ്പോൾ കരുത്ത് ആർജിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അടിയന്തിരമായി വേണ്ടത് ചെയ്യണം എന്ന് മഹിഷിയോട് അസുരവൃന്ദം വന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഇക്കാര്യമൊന്നും അറിഞ്ഞില്ല. തൻ്റെ അധീനത്തിലായിരുന്നല്ലോ ദേവലോകം. അവിടെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞിരിക്കുന്നു. മഹിഷി പൂർവാധികം വീര്യത്തോടുകൂടി ദേവലോകത്ത് ചെന്ന് ദേവേന്ദ്രനോട്
പോരിന് മുതിർന്നു. ഈ സമയത്ത് ദേവേന്ദ്രൻ അറിയാം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഏതായാലും സംഗതി കൈവിട്ടു പോവുകയാണ്. ഈ സമയത്ത് പരമശിവൻ ഭഗവാൻ ഹരിഹരപുത്രനെ ഭൂമിയിലേക്ക് അയക്കാൻ നിശ്ചയിച്ചു. അവിടെ 12 സംവത്സരം പന്തള രാജാവിൻ്റെ ആശ്രയത്വത്തിൽ മനുഷ്യനായി കഴിയണം. ഇത് മഹിഷി ചോദിച്ച വരത്തിൽ ഉൾപ്പെട്ട കാര്യമാണ്. ഏതായാലും പന്തള രാജാവിന് അനപത്യ ദുഃഖമുണ്ട്. അപ്പോൾ ഉണ്ണിയായി പിറന്ന് അനുഗ്രഹിക്കുക. അതിനുശേഷം 12 സംവത്സരം കഴിഞ്ഞാൽ മഹിഷി മർദ്ദനത്തിന്, മഹിഷി അസുരനെ വധിക്കുന്നതിന് യോഗ്യനാവും. പിന്നീട് ആ വധം നിർവഹിക്കപ്പെടേണ്ടതുണ്ട് എന്ന് നിർദ്ദേശിച്ച് അയച്ചു. പന്തള മഹാരാജാവാകട്ടെ ഉത്തമ ശിവഭക്തനായിരുന്നു. പരമശിവൻ ഈ പന്തള മഹാരാജാവിൻ്റെ അധീനത്തിലുള്ള കേരളത്തിലെ പമ്പാദേശത്തിലാണ് ഉണ്ണിയോട് പോയി നവജാത ശിശുവിനെ പോലെ കഴിയാൻ നിർദ്ദേശിച്ചത്. കഴുത്തിലൊരു രത്നമാലയും, രത്നം മണി അതുള്ള ഒരു മാലയും ധരിച്ചോളാൻ പറഞ്ഞു. മണികണ്ഠൻ എന്നറിയപ്പെടട്ടെ എന്നും കൽപ്പിച്ചു. പന്തളരാജൻ അദ്ദേഹം നായാട്ടിന് പോകാൻ ഒരുമ്പെടുന്നു. എന്താ നായാട്ടിനുള്ള ന്യായം? ക്രൂരമൃഗങ്ങൾ കാട്ടിൽ പെരുകി നാട്ടിൽ വന്ന് ശല്യം ചെയ്യാൻ തുടങ്ങിയാൽ ക്ഷത്രിയന്മാരുടെ ഉത്തരവാദിത്വമാണ് കാട്ടിൽ ചെന്ന് വേട്ടയാടി മൃഗങ്ങളുടെ ക്രൂരതയെ നിയന്ത്രിക്കുക എന്നുള്ളത്. അതുകൊണ്ട് സജീവോത്തമന്മാരോടൊപ്പം വേട്ടക്കാരെയൊക്കെ ക്ഷണിച്ചു വരുത്തി എല്ലാവരും കൂടി കാട്ടിലേക്ക് വേട്ടയാടാൻ നായാട്ടിനായി പോയി എന്നാണ്. ഇങ്ങനെ നായാടി നടന്ന് ഒട്ടനവധി ക്രൂരമൃഗങ്ങളെയൊക്കെ വധിച്ച് കാനനത്തിലും സാമാന്യം സമാധാനമൊക്കെ ഉറപ്പാക്കിയ ശേഷം രാജാവ് ഈ സമയത്ത് വളരെയേറെ ദാഹിച്ച് തളർന്നുപോയി. അവിടെ പമ്പാ നദിയിൽ വളരെ മധുരം നിറഞ്ഞ ജലം, ദാഹവും കൂടി ഉണ്ടാകുമ്പോഴേ ജലത്തിന് നല്ല സ്വീകാര്യതയായിരിക്കും. ജലം കുടിച്ചു, ഫലമൂലാദികളൊക്കെ ഭക്ഷിച്ചു. അങ്ങനെ സംതൃപ്തനായി വിശ്രമിക്കവേ കാനനത്തിലൊരു രോദനം ഉയർന്നു കേട്ടു. ഇതെങ്ങനെ ഇവിടെ? വല്ല ദേവസന്തതിയും ആണോ? അഥവാ അസുരസന്തതിയാണെങ്കിൽ ഇപ്പോൾ തന്നെ ചെന്ന് വധിക്കണം. ഇതൊക്കെ കണക്ക് കൂട്ടിയിട്ടാണ് മഹാരാജാവ് ചെന്ന് നോക്കിയത്. കണ്ട മാത്രയിൽ തന്നെ അദ്ദേഹത്തിന് അന്ധകരണത്തിൽ കഥനം മുഴുവൻ നീങ്ങിയൊരവസ്ഥ. എന്തു ചെയ്യണമെന്ന് അന്തിച്ചു നിന്ന സമയത്ത് അവിടെ ഒരു വൃദ്ധനായ അന്തണൻ എത്തിച്ചേർന്നു, ബ്രാഹ്മണൻ എത്തിച്ചേർന്നു എന്നാണ്. അദ്ദേഹം പറഞ്ഞു, കുട്ടിയെ സ്വീകരിച്ചോളൂ. അങ്ങനെ ദേവദേവപുത്രനെ രാജാവ് വളരെ ആദരവോടെ സ്വീകരിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ 12 വർഷം കഴിഞ്ഞുകൂടിയതാണ്. തുടർന്നുള്ള ഭാഗം നമുക്ക് മറ്റൊരു ദിവസം ശ്രദ്ധിക്കാം. ഭൂതനാഥ ഉപാഖ്യാനം. ഏവർക്കും ഈ ധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹാശിസ്സുകൾ ധാരാളമായി ഉണ്ടാവട്ടെ എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഹരിയം.